അവിയലും കൂടി ആവണം. സാമ്പാർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അവിടെ എപ്പോ വരും? ഒരു കല്യാണത്തിന് പോയിക്കണം. അവിടെ വരും. നമുക്ക് നേരെ ഇവിടെ എല്ലാവരും ഒരുങ്ങി കെട്ടി അങ്ങോട്ട് പോവാം. ഒരുങ്ങി കെട്ടി പോവാൻ മനുഷ്യന് അവിടുത്തെ ഇവിടുത്തെ എല്ലാം കൂടി കാര്യം നോക്കാൻ പറ്റൂല. ഇപ്പൊ പോയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നോക്ക്. നിനക്കേ നമ്മൾ ഉത്സവമുള്ള സമയത്ത് നമ്മളിങ്ങനെ പണ്ട് വീട്ടിലിങ്ങനെ ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് കളിക്കില്ലായിരുന്ന. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ളൊരു സൗണ്ട് ഉണ്ടല്ലേ? ഭയങ്കര ഇഷ്ടമുള്ള സൗണ്ട്. അവര് പൊട്ടിച്ചളഞ്ഞത് ഇത് വീർപ്പിച്ചപ്പോഴാ ഒരു പ്രാവശ്യം ഇത് തൊണ്ടേ പോയി പറഞ്ഞോണ്ട് കിടന്ന് ചത്തത് നീ. ഒന്ന് പൊട്ടിച്ചില്ലടി. പണ്ടാണ് എത്ര പ്രാവശ്യം പെട്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടത്. അയ്യോ പോയടി കളയേ. പണ്ട് നമ്മള് ചെയ്യാവോ? ഇതൊന്ന് നീ അരിഞ്ഞു തരുമോ? ഞാൻ അപ്പഴത്തേനെ തേങ്ങ ഒന്ന് ചിരണ്ടി വെക്കാം. ഏത് ഇത് എടി എന്റെ കൈ മുറി. ഞാൻ വേണമെങ്കിൽ തിരി തരാം. ചെലവേൽ ഇരിക്കാൻ ഭയങ്കര പാടാ. ഞാൻ ഇരുന്നല്ലോ. നീ ഒരു പാത്രം കാണും. ഇതല്ലല്ലോ രണ്ട് പോകുമ്പോഴത്തേനും പറഞ്ഞ് തിരിച്ചു തരായിരുന്നു എനിക്ക്. അയ്യോ അതെന്നെ പറഞ്ഞ പാടാണ് അതിനകത്ത് ഇരിക്കാൻ. എനിക്ക് അതിന്റെ മറ്റാകുമ്പോ കൈ മുറിയോടി. അവിടെ ഇരിക്കും. ഇതാകുമ്പോ കുറച്ച് ഈസി ആയിട്ട് തീരുന്ന സംഭവം. ആ തേങ്ങ ഒന്ന് ചിരണ്ടി തരാൻ പറഞ്ഞപ്പോഴത്തേനും കക്കൂസി കയറിയിരിക്കണതാ ക്ലീറ്റോ. അത് ശരി. അവനല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞ ശരീരം അനങ്ങുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അപ്പഴേ വിളിച്ചോളൂ. ഞാൻ ഓർത്ത് തങ്കം തങ്കം എന്ന് വിളിക്കുമ്പോഴത്തേനും ബാ തേങ്ങ ഇടണം തേങ്ങ ഇടണം വിളിക്കുമ്പോ ചെല്ലണ മുഴുവൻ അതിനകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിയലെന്ത് വെച്ചുണ്ടാക്കും ഞാൻ. നിനക്ക് ആവശ്യമുള്ള സാധനം തന്നാ പോരെ. ഒരു തേങ്ങ വേണം. അത് കൊച്ചു തേങ്ങയാ. അമ്മാവനെന്തേടാ? അമ്മാവൻ എന്തിർക്കാന്ന് അവിടെ പോയിരിക്കല്ലേ? മറ്റേ മിണ്ടാത്തന്റെ അടുത്ത് മിണ്ടാൻ പോയിരിക്ക. പിന്നെ ഞാൻ പോകുന്നറിയാമോ? ഒന്നും സംഭവിക്കില്ല. പുള്ളിക്കാർ ഒന്നും പറയില്ലല്ലോ. സാധാരണ പ്രതികരിക്കുന്ന അല്ല പ്രതികരിക്കുന്ന ഒരാളാണ് നമ്മളിവിടെ പോകണം. അമ്മാവൻ എന്തെങ്കിലും ചെയ്തത് ഇതിപ്പോ ഒന്നും പേടിക്കണ്ട. കാരണം പുള്ളി നോക്കിണ്ടിരിക്കും മിക്കവാറും. പുള്ളിയുടെ വീട്ടിൽ കള്ളം കയറിയാൽ പുള്ളി മിണ്ടൂല. ഇയാള് കായംകുളത്താറ്റിയായിരുന്നു തോന്നുന്നു വീട്. ആ മനുഷ്യന്റെ ആണോ? അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ താഴ്ത്ത അവര് ആരോടും മിണ്ടൂലല്ലോ. ആർക്കും കണ്ടൂടാ അവിടെ മിണ്ടൂലേ? അല്ലടാ അവിടെ അയൽവക്കക്കാർക്ക് ആർക്കും ഇയാളെ പറ്റി ദുഷിപ്പ് പറയണതാണ് ഇപ്പൊ അവിടുത്തെ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ഹോബി. വായോ വാ ചോറിന. അമ്മാവനെന്തേ? ഞാൻ പോവാ. പായസമൊക്കെ ചോറിനാതെ പോണേ കൂടാ. അവിടെ ചേച്ചി കാത്തുക്കും. ഞാൻ പായസം ഒരു ഞാൻ അമ്മയ്ക്കുള്ള ചോറ് കെട്ടിത്തരാം. അമ്മാവൻ കഴിച്ചിട്ട് പോകുന്നേ. വേണ്ട, ഞങ്ങൾ അവിടെ ഒരുമിച്ച് കഴിച്ചോളാം. ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് കഴിച്ചോളാം. പിള്ളേരെ വിളിച്ചോട്ടാ. അവിടെ ഇല്ലേ? ഇല്ല, പിള്ളേർ അവിടെ ഉണ്ടല്ലോ. നേരത്തെ ബലൂണ കളിച്ചോണ്ട് പോണുണ്ടല്ലോ അങ്ങോട്ട്. ഇവിടെ ഇല്ലേ? ഇല്ല, പുറത്തെങ്ങാനും അവിടെ ഞാനൊന്ന് കളിക്കണ്ടാവും. പറഞ്ഞിട്ടല്ലേ വന്ന്. ഇവിടെ ആ പോടെ 2 മുറിയിലുള്ളത് താജ്മഹലൊന്നും അല്ലല്ലോ. ഇതിനകത്തൊന്നും ഇല്ല പിള്ളേര്. നല്ല രസമായിട്ട് ഞാൻ പെരയുടെ പിന്നിലോട്ടോ ഉണ്ടെന്ന് പറയാ. മക്കളെ അങ്ങനെ കളിക്കണ്ടാവും. ഈ പിള്ളേർ എപ്പോഴും ഇത് തന്നെ. ഒന്നീ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കളിക്കണം. ഇത് അവിടെ ഇവിടെ ഇത് കുഴപ്പമാണെന്ന്. അവിടെ കണ്ടില്ലേ? ഞാൻ അങ്ങോട്ട് വിട്ടതാണ്. ഈ കുട്ടികൾ പിന്നെ ഇവിടെ പോയി കുരുത്തക്കട ഒപ്പിച്ചോ? ആ മൊരടൻ അതാ കുട്ടികളെ തൂക്കിട്ടാണല്ലോ വരുന്നത്. അമ്മ, അപ്പൂപ്പ എല്ലാവരും കൂടി അപ്പൂപ്പനെ വിളിച്ചാലേ അപ്പൂപ്പൻ വരുള്ളൂ. അപ്പൂപ്പ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മ. മക്കളെല്ലാവരും അമേരിക്കയില്ല. അപ്പൻ ആരും ഇല്ല. ഈ ഉത്സവ ദിവസമായിട്ട് പാവ അപ്പൂപ്പൻ കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാ നമ്മള് വിളിച്ചേ.
ഈ പിള്ളേരെന്ന് പറഞ്ഞാല് എനിക്ക് ജീവനാ. പക്ഷേ എൻ്റെ 2 പിള്ളേരും അവരങ്ങ് ദൂരെ അങ്ങ് ഇരിക്കുക. ഓരോ ഉത്സവ സമയങ്ങളിൽ അവർ വരും വരും വരും. ഇപ്പം ഞാൻ കാത്തിരിക്കുന്നതല്ലാതെ അവരാരും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അവരെ കാണാതെ എനിക്ക് ആരെയും കാണാൻ വേണ്ടാണ്ടായി. ഇപ്പോൾ ഈ പിള്ളേരെ കണ്ടപ്പോൾ ഇവരെന്നെ അപ്പപ്പാന്ന് വിളിച്ചപ്പോ എൻ്റെ മനസ്സലിച്ചു പോയി. എവിടുന്നോ ഒരു സന്തോഷം. അതാ ഇവരെ എന്നെ കല്ലെടുത്ത് ഞാനവരെ എറിഞ്ഞപ്പോഴേ ഇവര് പൂക്കളായിരിക്കും തന്നത്. അതൊരു വലിയ ഉണർവായിരുന്നു എനിക്ക്. എല്ലാരും വിളിയമ്മ. എന്തായാലും സാർ ഇതുവരെ വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഏതായാലും നമുക്ക് ഒരു ബന്ധവും കൂടി ആയി. സന്തോഷം. അല്ല സാറേ, കുട്ടികൾ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴേ അവരോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ വന്ന് എന്തൊക്കെയോ ദേഷ്യത്തിൽ പറഞ്ഞു. അതൊന്നും മനസ്സിലാക്കിയത്. അതൊക്കെ അപ്പോഴേ മറന്നില്ലേ. നമുക്ക് എല്ലാരോടും എനിക്ക് സംസാരിക്കണം. അതാണ് എന്റെ ഇപ്പോഴത്തെ